പ്രസിദ്ധമായിട്ടുള്ള വൃത്രാസുരന്റെ ചരിത്രം അത് പറയുന്ന സന്ദർഭത്തിൽ ആ വൃത്രനെ ഹനിക്കാൻ വേണ്ടി, നിഗ്രഹിക്കാൻ വേണ്ടി ദേവന്മാർ ആശ്രയിക്കുന്നത് ദധീചിയെയാണ്. അപ്പൊ താപസനായിട്ടുള്ള അദ്ദേഹത്തിന്റെ തപോബലം കൊണ്ടും വജ്രാസ്തിത്വം നേടിയ ആ ദധീജിയുടെ അസ്ഥികളെ കൊണ്ടുവന്നിട്ടാണ് ദേവന്മാർക്ക് അവരുടെ ശത്രുവായിട്ടുള്ള വൃത്രനെ നിഗ്രഹിക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ ശിവപുരാണത്തിൽ ഈ ദധീജിയുടെ തുടർച്ച എന്ന വണ്ണം അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള ആ ദധീജി മഹർഷിക്ക്, ഋഷിപത്നിയായിട്ടുള്ള സുവർച്ച, അവർ തന്റെ ഭർത്താവിന്റെ ഈ ഒരു അവസ്ഥയെ കണ്ടിട്ട്, അതായത് ദേവന്മാർക്ക് വേണ്ടി തന്റെ ഭർത്താവ് ദേഹത്യാഗം ചെയ്തു, ശരീരത്തെ ഉപേക്ഷിച്ചു. സാധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പലതും ഉപേക്ഷിച്ചു എന്ന് വരും. ചിലപ്പോ വിട്ടുകൊടുക്കുക, ത്യജിക്കാനുള്ള ഒരു മനസ്സ് പലർക്കും ഉണ്ട്. പലതും നമ്മൾ ഉപേക്ഷിക്കും, വിട്ടുവീഴ്ച ചെയ്യും, ഒക്കെ ശരിയാണ്. വലിയ ഉയർന്ന പദവികൾ ചിലപ്പോൾ ഉപേക്ഷിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ പതിവുണ്ട്. നല്ല എനിക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ കിട്ടുമായിരുന്നു, എനിക്ക് സാമ്പത്തികമായി ഒരുപാട് ലാഭമുണ്ടാവുമായിരുന്നു, അങ്ങനെ പലതും നമ്മുടെ നിത്യജീവിതത്തിൽ ഉപേക്ഷിച്ചിട്ടുള്ളതായിട്ട് കാണാം. ഇപ്പൊ സമ്പത്തൊക്കെ, സ്വത്തുക്കളൊക്കെ ഭാഗം വെക്കുമ്പോൾ അങ്ങനെ കാണാറുണ്ടല്ലോ. മറ്റുള്ളവർ ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുകയാണ്, സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ത്യജിക്കുന്നവരാണ്, ത്യാഗ മനോഭാവത്തോടു കൂടിയിട്ട് ഉള്ളവരാണ്. എങ്കിലും സ്വന്തം ശരീരത്തെ ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഉപേക്ഷിക്കുമോ എന്നാണ് ഒരു ചോദ്യമാണ്. പുരാണകർത്താവിന്റെ ഒരു ചോദ്യമാണെന്ന് കരുതിക്കോളൂ. രാമകൃഷ്ണ പരമഹംസർ രസകരമായിട്ട് പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത എല്ലാ ദിവസവും വരാറുള്ള ഒരു സാധു, ഒരു മനുഷ്യൻ, ശിഷ്യനൊന്നുമല്ല, എന്നാൽ പരമഹംസരോട് വളരെയധികം സ്നേഹമുള്ള ആൾ, ആദരവുള്ള ആളാണ്. കുറച്ചു കാലം കഴിഞ്ഞു ആ ആള് വിവാഹമൊക്കെ കഴിച്ചു. വിവാഹശേഷവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോ പരമഹംസർ കുശലപ്രശ്നം ചെയ്യും. അപ്പൊ എപ്പോഴും ഇയാള് പറയണത്, വിവാഹശേഷം പിന്നെ പറയാനുള്ളത് മുഴുവനും ഭാര്യയെക്കുറിച്ചും അമ്മയെക്കുറിച്ചിട്ടുമൊക്കെയാണ്. എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് വലിയ സ്നേഹമാണ് എന്നൊക്കെ ദിവസവും പറയും. അപ്പൊ ശ്രീരാമകൃഷ്ണൻ കരുതി ഇവനിത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അയാളുടെ ഭാര്യയ്ക്ക് അയാളോട് സ്നേഹമുണ്ട്, ഉണ്ടോ, ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഉപദേശിച്ചൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ മനുഷ്യരെ ഉപദേശിച്ച് ബോധ്യപ്പെടുത്താം എന്നുള്ളത് വെറും അബദ്ധധാരണയാണ്. കാരണം വിദ്യ തന്നെ, അറിവ് തന്നെ നമ്മൾ നേടുന്നത് ഏറ്റവും ഒടുവിൽ പറയണത് എന്താണ്? സ്വ അനുഭവം കൊണ്ട് എന്നാണ്. ഗുരുവിൽ നിന്ന് നമ്മൾ പഠിക്കും. ആചാര്യൽ പാദമാദത്തെ എന്ന് പറഞ്ഞിട്ടൊരു പ്രമാണം തന്നെയുണ്ട്. നമ്മൾ വിദ്യ നമ്മൾ പുസ്തകം നോക്കി പഠിച്ചു, ഗുരുമുഖത്തു നിന്ന് കേട്ടു പഠിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ സ്വന്തം അനുഭവത്തിൽ നിന്ന് നമ്മൾ ആർജിക്കേണ്ട, പഠിക്കേണ്ട കുറച്ച് അറിവുകളുണ്ട്. അതാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അയാളുടെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ സ്നേഹം ആത്മാർത്ഥാണോ എന്ന് കരുതിയിട്ട് പരമഹംസൻ വലിയ ഉപദേശമൊന്നും കൊടുക്കാൻ പോയില്ല. ഇളെന്നും പറയണത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഗുരുനാഥ, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാണ്, ഞാൻ ചെന്നില്ലെങ്കിൽ അവൾ കാത്തിരിക്കും, ഭക്ഷണം പോലും കഴിക്കില്ല. അപ്പൊ ഒരു ദിവസം ഇദ്ദേഹം പറഞ്ഞു, പരമഹംസര് പറഞ്ഞു, ഞാൻ നിനക്കൊരു മരുന്ന് തരും, അത് നീ കഴിക്കണം, എന്നിട്ട്
വെറുതെ കിടന്നാൽ മതി, ഒരു കുഴപ്പവും നിനക്ക് വരില്ല, നിനക്ക് ആപത്ത് വരാതെ ഞാൻ നോക്കിക്കോളാം, വേറെ ഒന്നും നീ ചെയ്യണ്ട, ഈ മരുന്ന് കഴിച്ചാൽ നിനക്ക് കുറച്ച് സമയത്തേക്ക് നിന്റെ ആ ശരീരത്തിനൊക്കെ ഒരു മാറ്റം വരും, അത്രയേ ഉള്ളൂ, പേടിക്കൊന്നും വേണ്ട. ശരി, അയാളങ്ങനെ ഈ പരമഹംസര് കൊടുത്ത എന്തോ ഒരു മരുന്നാണ്, അതുകൊണ്ട് പോയി വീട്ടിൽ പോയി അത് കഴിച്ചു, കിടന്നു എന്നാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കഥ കഴിഞ്ഞു, മരിച്ചു എന്നുവെച്ചാൽ ശരീരമൊക്കെ തണുത്തു. ഭാര്യ വന്ന് ശരീരം തൊട്ടു നോക്കിയപ്പോൾ തണുത്ത് വരങ്ങലിച്ചിരിക്കണു. വല്ലാത്ത സങ്കടമായി, മാറത്തടിച്ച് കരയാൻ തുടങ്ങി, നാട്ടുകാരൊക്കെ കൂടി. പക്ഷെ ഈ ശരീരം അവിടെ കിടക്കും തോറും എന്താവുന്നു, വലിപ്പം വയ്ക്കാൻ തുടങ്ങിയെന്നാണ്, വീർക്കാൻ തുടങ്ങിയെന്നാണ്. വലിയതായി വലുതായി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടു നിൽക്കണവർക്ക് പോലും പേടിയായി. ഒടുവില് ഇത് എടുത്തു കൊണ്ടുപോകേണ്ട സമയമായി. ഇതിപ്പോ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ ചിതയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് തെക്കേപ്പുറത്ത്, പക്ഷെ ഇത് ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ കട്ടള പൊളിക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് ശരീരം വലുതായിരിക്കണു, വാതിലിന്റെ ഇടയിൽ കൂടി കടത്താൻ പറ്റില്ല. കട്ടില പൊളിച്ച് ഒരു ഭാഗം പൊളിച്ചിട്ട് നമുക്ക് ശരീരം പുറത്ത് കടത്തിയിട്ട് പിന്നെ രണ്ടാമത് അത് അവിടെ പണിത് വെക്കാനേ നിവൃത്തിയുള്ളൂ. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്, ചില ഭരണികളൊക്കെ അങ്ങനെയാണ്. ഇന്നൊക്കെ ഈ ബാങ്കിലെ ലോക്കറുകൾ അങ്ങനെയാണ്, അത് വെച്ചിട്ടാണ് പിന്നെ ഭിത്തി പണിയുക. പഴയ കാലത്ത് ഭരണികൾ അങ്ങനെ ഉണ്ടായിരുന്നു, മൺഭരണികൾ, അത് വെച്ചിട്ടാണ് മുറി പണിയുക. പിന്നെ അത് കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ വാതിൽക്കുള്ളിൽ പറ്റില്ല. അപ്പൊ ഈ മനുഷ്യന്റെ ശരീരം പുറത്ത് കിടത്തണമെങ്കിൽ വാതിൽ പൊളിക്കണം. അപ്പൊ ഭാര്യ പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, ഇതിപ്പോ പണിതതാണ്, ഇത് പൊളിക്കാൻ പറ്റുമൊന്നുമില്ല, പിന്നെന്താ ചെയ്യുക? അപ്പൊ അവര് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ഈ ശരീരം പല കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊണ്ടുപോയി ചിതയിൽ വെക്കുക, അതേ വഴിയുള്ളൂ. എന്തായാലും മരിച്ചുവല്ലോ, ഇനിയിപ്പോ ശരീരം അങ്ങനെ തന്നെ കൊണ്ടുപോയി കത്തിച്ചാലും 3-4 കഷ്ണമാക്കി കൊണ്ടുവച്ചാലും സംഗതിയൊക്കെ ഒന്ന് തന്നെ. അപ്പൊ ഭാര്യ പറഞ്ഞു, എന്നാ പിന്നെ അത് മതി, വെറുതെ വാതിൽ പൊളിക്കാൻ നിൽക്കണ്ട എന്നാണ്. എന്തായാലും അത് അപ്പോഴേക്കും ഈ കഴിച്ച മരുന്നിന്റെ ശക്തിയൊക്കെ കഴിഞ്ഞു, ഇയാൾ എഴുന്നേറ്റു എന്നാണ്. അപ്പൊ ഇയാൾക്ക് ബോധം പോയിട്ടില്ല, ശരീരം എങ്ങനെ വലുതായി എന്നുള്ളതല്ലാതെ ഇയാൾ മരിച്ചിട്ടൊന്നുമില്ല, അയാളുടെ ബോധം പോയിട്ടുമില്ല, അയാൾ ഈ പറയണതൊക്കെ കേട്ടുകൊണ്ട് അവിടെ കിടക്കണത്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയെന്നാണ്, നേരെ പരമഹംസരുടെ അടുത്ത് ചെന്നു, നമസ്കരിച്ചു. അങ്ങ് പറഞ്ഞതാണ് ശരി, ആർക്കും വലിയ സ്നേഹമൊന്നുമില്ല, ഇതൊക്കെ വെറുതെ വാക്കുകൊണ്ട് പറയുമ്പോ പഞ്ചസാരയും തേനും ഒക്കെ ഒലിക്കണത് പോലെ തോന്നുന്നു മാത്രം. സ്വന്തം ശരീരത്തെ ഉപേക്ഷിക്കാൻ പാകത്തിനുള്ള സ്നേഹമൊന്നും ആർക്കുമില്ല. കാലൻ വന്ന് നമ്മളെ കൊണ്ടുപോവാൻ നിൽക്കുമ്പോ ചോദിച്ചു നോക്കുക, പകരം ആരെങ്കിലും വിട്ടാൽ മതിയോ? അല്ലെ, പലരും ഉണ്ടല്ലോ പകരം പോവാൻ തയ്യാറായിട്ട് നമ്മുടെ കൂടെ. പോവും ആരെങ്കിലും? ആരും പോവില്ല നമുക്ക് പകരം. അപ്പൊ സ്വന്തം ശരീരത്തെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ ആളാണ് ദധീചി എന്നാണ്. പുരാണത്തിൽ തന്നെ ഇത്രയും ശ്രദ്ധേയമായൊരു കഥാപാത്രം വേറെ ഉണ്ടെന്ന് തോന്നണില്ല. പലയിടത്തും ഈ ദധീചിയുടെ ഈ പ്രവൃത്തിയെ ഉദാഹരിക്കും. എന്റെ ശരീരം കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, ഞാൻ പ്രാണൻ ത്യജിക്കാൻ തയ്യാറാണ്, ജീവനെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം ഉപേക്ഷിച്ച ആളാണ്. അപ്പൊ ആ ദധീചിയാണ് ഇവിടെ ഉപദേശിക്കുന്നത് ദക്ഷനോട് എന്നാണ്. ഏതേ കഥം മഹാദേവതുല്യ രുദ്രാ പ്രജാപതേ ധ്യായന്ത്യേ മഹാത്മാന ശിവം പരമകാരണം സാരൂപ്യ ഭാജസ്തേ സർവേ രുദ്രാശ്ച പ്രതിദാനനു താവതാ കൃതൗ പൂജ്യാതേ രുദ്ര പരമേശവൽ ബ്രഹ്മാദീനാമപി വര ഭവന്ത്യേതേ